14-ാം ദശകത്തിലെ 7-ാമത്തെ ശ്ലോകം. സ പുനസ്തുതുപാസന പ്രഭാവാത് ദയിതാ കാമകൃതേ കൃതേ വിമാനേ വനിതാ കുലസങ്കുലേന വാത്മാ വ്യഹരത് ദേവപഥേഷു ദേവഹൂത്യാ. സ പുനഃ, ആ കർദമൻ പിന്നീട് ദയിതാ കാമകൃതേ, ഭാര്യയുടെ ആഗ്രഹപൂർത്തിക്കായി ത്വദുപാസന പ്രഭാവാത്, ഭഗവാന്റെ ഉപാസന കൊണ്ടുണ്ടായ പ്രഭാവത്താൽ കൃതേ നിർമ്മിതമായ വനിതാകുലസങ്കുലേ വിമാനേ, വനിതാ സമൂഹത്താൽ നിറഞ്ഞ വിമാനത്തിൽ ദേവഹൂതിയോടുകൂടി പുതിയ യൗവനയുക്തമായ ശരീരം സ്വീകരിച്ച് ദേവപഥേഷു, ദേവമാർഗങ്ങളിൽ വ്യഹരത്ത്, വിഹരിച്ചു. ദേവഹൂതി എന്ന കർദമൻ്റെ ഭാര്യ വളരെ ദൃഢമായി അദ്ദേഹത്തെ ശുശ്രൂഷിച്ചു. ഭാര്യയുടെ ശുശ്രൂഷയിൽ പ്രസന്നനായ കർദമൻ ഭാര്യയുടെ ആഗ്രഹ പൂർത്തീകരണത്തിനായി എന്താ ചെയ്തത്? അദ്ദേഹത്തിനാണെങ്കിൽ ഭഗവാനെ സേവിക്കുന്നതിലാണ് താല്പര്യം. ഈ മറ്റു കാര്യങ്ങളിലൊക്കെ വളരെ കുറവാണെങ്കിലും ഭാര്യയുടെ ആഗ്രഹം പൂർത്തീകരിക്കാൻ ചെയ്ത കാര്യം ഭഗവാന്റെ ഒരു പ്രസാദം കൊണ്ട് ഇദ്ദേഹത്തിന് വളരെയധികം ശക്തികളുണ്ട്. അപ്പോൾ ഒരു സങ്കല്പിച്ചാൽ മാത്രം മതി, അത് തനിക്ക് സ്വായത്തമാകും. അങ്ങനെ ഒരു സങ്കല്പമാത്രയിൽ തന്നെ ഒരു വിമാനം ഉണ്ടാക്കി എന്ന് പറയുന്നു. അതിൽ സുന്ദരികളായ അനേകം പരിചാരികമാരുണ്ടായിരുന്നു. അങ്ങനെയുള്ള വിമാനത്തിൽ കയറി. അപ്പോൾ കർദമൻ എങ്ങനെ ഇരിക്കണം? ഒരു സന്യാസിയെ പോലെയൊന്നും ആവരുതല്ലോ. അദ്ദേഹവും യൗവനയുക്തനായി തീർന്നു. അങ്ങനെയുള്ള കർദമൻ താഴെ ഭൂമിയിലൊന്നും അല്ല അവരുടെ ഹണിമൂൺ, പിന്നെ ഇവിടെ സ്വർഗത്തിലുള്ള ഉദ്യാനങ്ങളിലും മറ്റും വിഹരിച്ചു. അപ്പോൾ എന്ത് വേണമെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് കർദമന് സാധിക്കും. അപ്പോൾ ഭാര്യയെ എങ്ങനെ സന്തോഷിപ്പിക്കണം എന്ന് അദ്ദേഹം ഇങ്ങനെയാണ് നിശ്ചയിച്ചത്. സ്വന്തമായിട്ട് ഒരു വിമാനം തന്നെ നിർമ്മിക്കുകയും അതിലൊരുപാട് വേലക്കാരെ പരിചാരികമാരെയൊക്കെ വെച്ചുകൊണ്ട് രണ്ട് സുന്ദരനും സുന്ദരിയുമായിട്ടുള്ള കർദമനും ദേവഹൂതിയും കൂടി ആകാശമാർഗത്തിൽ അവിടെയുള്ള ഉദ്യാനങ്ങളിലും സ്വർഗത്തിലുള്ള മറ്റ് സ്ഥലങ്ങളൊക്കെയും കണ്ട് അങ്ങനെ സഞ്ചരിച്ച് ഭാര്യയെ സന്തോഷിപ്പിച്ചു. സ പുനസ്തുപാസന പ്രഭാവാത് ദയിതാ കാമകൃതേ കൃതേ വിമാനേ വനിതാകുല സങ്കുലേന വാത്മാ വ്യഹരത് ദേവപഥേഷു ദേവഹൂത്യാ.